ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ബ്ലോക്ക് ചെയിൻ, എങ്ങനെ ഈ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റനെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ചെയിൻ. അതായത് ഇത് സ്റ്റോർ ആവുന്നത് ബ്ലോക്ക് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് സ്റ്റോർ ആവുന്നത് അതായത് നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ട് ഇതിനെ ഡാറ്റനെ ചെയിൻ രൂപത്തിലാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ആവുന്നത്. ഈ ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി സെക്യൂർ ആണ്. സെക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു തവണ ഡാറ്റ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇതിനെ സെക്യൂർ എന്ന് പറയുന്നത്. ഇത് ക്രിപ്റ്റോഗ്രാഫി വെച്ചിട്ട് ആണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ട്രാൻസ്പാരൻസി ആയിട്ട് നമുക്ക് യൂസേഴ്സിനെ എല്ലാതും കാണാനൊക്കെ പറ്റും. പിന്നെ ഇമ്മ്യൂട്ടബിലിറ്റി ആണ്. അതായത് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒരു ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതും ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് സെക്യൂർ ആയിട്ട് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എതേറിയം ബ്ലോക്ക് ചെയിൻ ആണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് അത് സ്മാർട്ട് കോൺട്രാക്റ്റിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും ബ്ലോക്ക് ചെയിനിൽ. കൂടാതെ ആഹ്, നമുക്ക് ഒരു ആപ്ലിക്കേഷൻസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആപ്ലിക്കേഷനായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ അതേപോലെ തന്നെ ഇത് ഒരുപാട് ടൂൾസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോളിഡിറ്റി, ഗണേശ, വെബ്3 എന്നൊക്കെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഇതൊക്കെ അവൈലബിൾ ആണെന്നല്ലേ. അപ്പോ ഇതിൽ സോളിഡിറ്റി എന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയാ, എതേറിയം ബ്ലോക്ക് ചെയിനിൽ നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്നതാണ് സോളിഡിറ്റി എന്നുള്ളത്. കൂടാതെ വെബ്3 എന്നുള്ള പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വെച്ചാൽ നമുക്ക് ബ്ലോക്ക് ചെയിനും അതേപോലെ നമുക്ക് ആപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ടൂൾസിനും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബ്3 എന്നുള്ള പാക്കേജ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് എന്നുള്ള ഒരു സോൾവ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു കോൺട്രാക്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് എന്നുള്ള ഒരു സോൾവ് ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ അവിടെ സോൾഡിറ്റി എന്ന് കൊടുത്തുള്ളത് എന്താ വെച്ചാൽ അതിന്റെ വേർഷൻ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺട്രാക്ടിന്റെ ഞാൻ പേര് കൊടുത്തുള്ള മണി ട്രാൻസ്ഫർ റെക്കോർഡ് എന്നുള്ള കോൺട്രാക്ട് ആണ് അതിന് പേര് കൊടുത്തത്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. സ്ട്രക്ചറിൽ ഞാൻ ട്രാൻസാക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രിംഗ് ആയിട്ട് എന്താണ് സെൻഡർ നെയിം, റിസീവർ നെയിം. ഇവിടെ ഇത് സ്ട്രിംഗ് ആണ്, സെൻഡർ നെയിമും റിസീവർ നെയിമും. പിന്നെ കൂടാതെ ഇവിടെ U*256 എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അൺസൈഡ് ഇൻറ്റീജർ എന്ന് പറയാം. അൺസൈഡ് മീൻസ് എന്താ വെച്ചാൽ നമുക്ക് നെഗറ്റീവ് അല്ലാത്ത സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് അങ്ങനെയുള്ള അതിൽ കൂടുതലുള്ള ഡാറ്റാസ് അത് ഇൻറ്റീജേഴ്സിനെ നമ്മൾ പറയുന്നത് അൺസൈഡ്. പിന്നെ 256 എന്നുള്ളത് അതിന്റെ സൈസിനെയാണ് 256 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാപ്പിംഗ് ആൻഡ് അറേ എന്നുള്ളൊരു സെക്ഷൻ. അതായത് ഞാൻ ഇവിടെ ഇത് കാണുന്നത്, നിങ്ങൾക്ക് ഇവിടെ ട്രാൻസാക്ഷൻ പറഞ്ഞത് കാണാൻ പറ്റും. ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻ ഐഡിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്തില്ല ഇവിടെ ട്രാൻസാക്ഷൻ എന്നുള്ള പറയുന്നത്. അതായത് ഇത് പറയാം. ഇനി അടുത്തെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഐ ഡി എന്നുള്ളതാണ്. ഈ ട്രാൻസാക്ഷൻ ഐ ഡി എന്നുള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇത് പറയുന്നത് വെച്ചാൽ എല്ലാ ട്രാൻസാക്ഷന്റെ ഐ ഡിനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അരേനയാണ് ഈ ഒരു ലൈന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു കീ വാല്യൂ പെയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. പിന്നെ വരുന്നത് അടുത്ത് പറഞ്ഞ U*256 പ്രൈവറ്റ് ട്രാൻസാക്ഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പറയുന്നത് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്ത് വേണം, ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് വരണം. അതിനെയാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. പിന്നെ അടിയിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഫംഗ്ഷന്റെ പേര് കൊടുത്ത് ആഡ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ആ സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, സെൻഡർ നെയിം, റിസർവ് നെയിം, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് പുതിയൊരു ട്രാൻസാക്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ പബ്ലിക് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇത് ഓട്ടോ ഇൻക്രിമെന്റ് കഴിഞ്ഞിട്ട് ഇതിലോട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഗെറ്റ് എ സ്പെസിഫിക് ട്രാൻസാക്ഷൻ, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷന് നമുക്ക്
ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഗെറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഐഡിനെ കോൾ ചെയ്തിട്ട് വിളിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗെറ്റ് ഓൾ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഈ ഒരു ഗെറ്റ് ഓൾ ട്രാൻസാക്ഷൻ ഐ ഡി എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇനി അടുത്തതെന്ന് പറയാം, ഞാൻ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാൽ അടുത്ത എനിക്ക് ബ്ലോക്ക് ചെയിൻ ഡോട്ട് പി വൈ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും W3 എന്നുള്ളൊരു ലൈന് കാണാൻ പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗണേശന്റെ ഫസ്റ്റത്തെ ഇൻഡെക്സ് വാല്യൂ ആണ്. അതായത് ഗണേശ എന്നുള്ള നമുക്കിത് വർക്ക് ചെയ്യണം എന്നുള്ള ഗണേശ എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിലിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഫസ്റ്റത്തെ ബ്ലോക്കിനാണ് നമ്മൾ സീറോത്ത് ബ്ലോക്ക് ഇൻഡെക്സ് ആക്കിയിട്ട് കോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഈ HTTP RPC സെർവർ എന്ന് കാണുന്നുണ്ടോ, ഈ നമ്പർ ആണ്, അതായത് ഈ പോർട്ട് നമ്പർ ആണ് ഞാൻ ഇവിടെ കോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ രണ്ടാമത് കോൾ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ഞാൻ ഗണേശ URL പറഞ്ഞ് കോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫസ്റ്റ് എന്താ വരുന്നത് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ സോഴ്സ് ഫയൽ അതിന്റെ വേർഷൻ ഏതാണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഗണേശ URL, ഈ ഗണേശ URL അവിടെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിലുള്ള ഈ ഒരു RPC സെർവർ എന്നുള്ളതിന്റെ URL ID അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഗണേശ URL ഞാൻ എന്ത് ചെയ്തു, വെബ്3 HTTP പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് കോൾ ചെയ്തു. പിന്നെ ഇവിടെ വരുന്ന ഈ സീറോത്ത് പൊസിഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ള ഈ ഇൻഡെക്സ് വാല്യൂ, ഫസ്റ്റത്തെ ഇൻഡെക്സ് വാല്യൂ ഉള്ളതിനെ കോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പാത്ത് വേണം. അതാണ് ഞാൻ സോൾ പാത്ത് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോൾ പാത്തിന് ഞാൻ എടുത്തുള്ളത് എന്റെ ട്രാൻസാക്ഷന്റെ റെക്കോർഡിനാണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിനൊക്കെ സ്റ്റോർ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയൊരു ഡിപ്ലോയിഡ് ഡോട്ട് JS എന്നുള്ള ഒരു ഫയൽ ഈ കോൺട്രാക്ടിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ പാത്തും ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ കാണാൻ വരുന്നുണ്ട് വിത്ത് ഓപ്പൺ സോൾ പാത്ത്, സോളിഡിറ്റി പാത്ത് ആണ് ഉദ്ദേശിച്ചത്. അതെന്താ വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോൺട്രാക്ട്, ആ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഫയലിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഒരു ഇതിൽ ട്രാൻസാക്ഷനിലൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഫയൽസിനെ, അതായത് ആ ഡേറ്റനെ, ആ സോൾഡ് പാത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ, ആ കോൺട്രാക്ടിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മളെ സോളിഡിറ്റി കോഡിനെ കമ്പൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണോ അതിനെ നമുക്ക് പ്രിന്റ് ചെയ്യാം, ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കണം. ആ ലൈനാണ് ഇവിടെ പ്രിന്റ് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫോയസ് പാത്ത് എക്സിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞെന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത deploy.js എന്ന ഫയൽ ഇല്ല, അത് ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ആവേണ്ടി വരും. അതിനുള്ളൊരു കോഡാണ്, ബ്ലോക്ക് ഓഫ് കോഡാണ് ഇത് എന്ന് പറയുന്നത്. ABI എന്ന് പറയുന്നത് വെച്ചാല് ഈ ABI മീൻസ് ആപ്ലിക്കേഷൻ ബൈനറി ഇന്റർഫേസ് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഈ ABIയുടെ മീനിങ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ABI സ്റ്റാൻഡ് ഫോർ ആപ്ലിക്കേഷൻ ബൈനറി ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതില് ഈ എൽസ് ബ്ലോക്ക് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇത് ക്രിയേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതിലുള്ള അതായത് ഡിപ്ലോയിഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ സംഭവം ഡിപ്ലോയിഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്ക് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, എൽസ് ബ്ലോക്ക് വരുന്നത്. അതായത് JSON ഫയൽ ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ, അത് സ്റ്റുഡന്റ് കോൺട്രാക്ടറുള്ള ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അങ്ങനെ അതൊക്കെ സേവ് ആയിട്ടുള്ളതിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ക്രിയേറ്റ് ആയിട്ടുള്ളതിൽ സേവ് ചെയ്യാനുള്ള ഒരു മെത്തഡാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം. ഇതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ഒരു ഡിപ്ലോയ് ജെൻസൺ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്.